നമസ്കാരം. പൊതുവേദിയിലേക്ക് സ്വാഗതം. AR നഗർ സഹകരണ ബാങ്ക് ക്രമക്കേടിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം ആവശ്യപ്പെട്ട KT ജലീലിനെ വിളിച്ചു വരുത്തി ഇന്ന് മുഖ്യമന്ത്രി പ്രസ്താവന നടത്തുമ്പോൾ ജാഗ്രത വേണമെന്നാണ് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഏതായാലും അല്പസമയം മുൻപ് ചന്ദ്രിക കള്ളപ്പണക്കേസിൽ EDക്ക് മുന്നിൽ വീണ്ടും ഹാജരായിരിക്കുകയാണ് KT ജലീൽ. ED പലതവണ ചോദ്യം ചെയ്ത ആളല്ലേ. ജലീലിന് ഇപ്പോൾ EDയിൽ വിശ്വാസം കൂടിയിട്ടുണ്ടാകാമെന്ന് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പരിഹസിക്കുകയൊക്കെ ചെയ്തിരുന്നു. ഈ പശ്ചാത്തലത്തിൽ പൊതുവേദി ഇന്ന് ചർച്ച ചെയ്യുന്നത് EDക്ക് മുൻപേ മുഖ്യമന്ത്രി ജലീലിനെ വിളിപ്പിച്ചത് എന്തിന് എന്നുള്ളതാണ്. പ്രേക്ഷകരുടെ അക്കാര്യത്തിലുള്ള പ്രതികരണങ്ങളിലേക്കൊക്കെ വരാം. അതിനു മുൻപ് KPCC അധ്യക്ഷൻ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നു. തത്സമയം കർശനമായി വിലക്കാൻ KPCC നേതൃത്വം തീരുമാനിച്ചിട്ടുണ്ട്. ഒരേ സമയം ഒന്നിലധികം സ്ഥാനമാനങ്ങൾ പാർട്ടികൾക്ക് അനുവദിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. വൺ മാൻ വൺ പോസ്റ്റ്, അത് എല്ലാ തലങ്ങളിലും പ്രാവർത്തികമാക്കുക എന്നതാണ് പാർട്ടി നയം. അച്ചടക്കം ലംഘിക്കുന്നവർക്കെതിരെ മാതൃകാപരമായ നടപടി സ്വീകരിക്കാൻ ജില്ലാ തലത്തിലും സംസ്ഥാന തലത്തിലും അച്ചടക്ക സമിതിക്ക് രൂപം കൊടുക്കും. ഒരാഴ്ചക്കുള്ളിൽ ആ കമ്മിറ്റികൾ പ്രഖ്യാപിക്കാൻ KPCC നേതൃത്വം തീരുമാനിച്ചിട്ടുണ്ട്. ജില്ലയിലെ അച്ചടക്ക പ്രശ്നങ്ങൾ പരിശോധിച്ച് അവിടെ നടപടി സ്വീകരിക്കാനുള്ള അധികാരം ജില്ലയിലെ അച്ചടക്ക സമിതിക്കാണ്. അത് പാർട്ടിയുടെ കൺസെന്റോടുകൂടി നടപടി സ്വീകരിക്കാനുള്ള ഉത്തരവാദിത്വവും അധികാരവും ജില്ലയിലുള്ള അച്ചടക്ക സമിതിക്കാണ്. അതിൽ വല്ല തെറ്റുമുണ്ട് എന്ന് തോന്നുന്നുവെങ്കിൽ അപ്പീൽ നൽകാൻ സംസ്ഥാന തലത്തിൽ ഒരു അച്ചടക്ക സമിതി ഉണ്ടാകും. അപ്പീൽ അവിടെ നൽകാൻ. ആ അപ്പീലിലെ തീരുമാനം ഫൈനൽ തീരുമാനമായിരിക്കും. ത്രിതല പഞ്ചായത്തുകളിലും സഹകരണ മേഖലയിലും കൃത്യമായ പാർട്ടി നിയന്ത്രണം കൊണ്ടുവരും. ഒരു ബാങ്ക് ഡയറക്ടർ എത്ര തവണ ഡയറക്ടറാവാം, എത്ര തവണ പ്രസിഡന്റ് ആവാം, ഇതിനെക്കുറിച്ചൊക്കെ കൃത്യമായ തീരുമാനം KPCC എടുക്കും. സഹകരണ മേഖലയിലെ ഒരുപാട് ക്രമരഹിതമായ നടപടികൾ കോൺഗ്രസ് ഭരിക്കുന്ന സഹകരണ പ്രസ്ഥാനങ്ങളിലുണ്ട്. അത് പൂർണ്ണമായി തുടച്ചു നീക്കും. അതിന് ഒരു സ്വയംഭരണ അവകാശം നൽകിക്കൊണ്ടുള്ള ഒരു സഹകരണ സെൽ എല്ലാ ജില്ലയിലും ഉണ്ടാകും. അവരുടെ അധികാര പരിധിയിലാണ് ആ ജില്ലയിലെ മുഴുവൻ സഹകരണ സ്ഥാപനങ്ങൾ. കൺട്രോൾ കമ്മീഷൻ എന്ന പേരിൽ ഒരു സഹകരണ സെൽ, അവരാണ് അവിടുത്തെ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കേണ്ടുന്നത്. അവരാണ് ബാങ്കിൽ പാർട്ടി പ്രവർത്തകന്മാർക്കും പാർട്ടി കുടുംബത്തിനും അനുകൂലമാകാനുള്ള സാഹചര്യങ്ങൾ അവർക്ക് അനുകൂലമായി വിനിയോഗിക്കാനുള്ള നിർദ്ദേശം നൽകേണ്ടതും ഈ സമിതിയാണ്. 2 തവണ വളരെ അപൂർവ സന്ദർഭങ്ങളിൽ അത്യാവശ്യമാണെങ്കിൽ മാത്രം 3 ടേം അല്ലെങ്കിൽ 2 ടേം എന്ന് ഈ ഭരണസമിതിയുടെ കാലപരിധി നിയന്ത്രിക്കും. നിയമനമടക്കമുള്ള കാര്യങ്ങൾക്കൊക്കെ ശുപാർശ നൽകേണ്ടുന്നത് ഈ സമിതിയാണ്. കോൺഗ്രസിനെ നവീകരിക്കാൻ സുധാകരന്റെ നേതൃത്വത്തിലുള്ള ടീം തയ്യാറാക്കിയ പുതിയ വിവരങ്ങൾ, അതാണ് അദ്ദേഹം ഇപ്പോൾ പങ്കുവയ്ക്കുന്നത്. ഒരു സെമി കേഡർ രീതിയിലേക്ക് കോൺഗ്രസിനെ കൊണ്ടുവരാനുള്ള തയ്യാറെടുപ്പ് അത് എങ്ങനെയൊക്കെ ആയിരിക്കുമെന്ന് KPCC അധ്യക്ഷൻ വിശദീകരിക്കുകയായിരുന്നു. തുടക്കത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ പൊതുവേദി ചർച്ച ചെയ്യുന്നത് KT ജലീലിനെ മുഖ്യമന്ത്രി വിളിപ്പിച്ചത് എന്തിന് എന്നുള്ളതാണ്. ചന്ദ്രിക ദിനപത്രവുമായി ബന്ധപ്പെട്ട കള്ളപ്പണ ആരോപണത്തെക്കുറിച്ച് തെളിവ് നൽകാൻ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ EDയുടെ ഓഫീസിൽ KT ജലീൽ എത്തി. അല്പസമയത്തിനകം അദ്ദേഹം തെളിവുകൾ ഹാജരാക്കും. ജയിലിൻ്റെ മൊഴി ED നേരത്തെ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. സിജോ വി ജോൺ ഈ ദൃശ്യങ്ങൾ KT ജലീൽ ED ഓഫീസിലേക്ക്, കൊച്ചിയിലെ ED ഓഫീസിലേക്ക് എത്തുന്നതിൻ്റെ ദൃശ്യങ്ങളാണ്. അവിടെ നിന്നും നമ്മളോടൊപ്പം സിജോ വി ജോൺ ഇപ്പോൾ ചേരുന്നുമുണ്ട്. സിജോ, KT ജലീൽ ഇന്ന് വരുമോ എന്നുള്ളൊരു സംശയമൊക്കെ ഉണ്ടായിരുന്നു. കാരണം മുഖ്യമന്ത്രി അദ്ദേഹത്തെ വിളിപ്പിച്ച് എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ നിർദ്ദേശിച്ച സാഹചര്യത്തിൽ ഏതായാലും KT ജലീൽ ഇപ്പോൾ എത്തിയിരിക്കുന്നു. KT ജലീൽ മുൻപ് പറഞ്ഞതൊക്കെ അനുസരിച്ചാണെങ്കിൽ എന്തൊക്കെ വിവരങ്ങളായിരിക്കും അദ്ദേഹം EDക്ക് കൈമാറുക?
ഈ നോട്ട് നിരോധന സമയത്ത് ചന്ദ്രിക ദിനപത്രത്തിലേക്ക് 10 കോടി രൂപ എത്തി. ഇത് കള്ളപ്പണമാണെന്നാണ് ആരോപണം ഉയർന്നത്. ഇത് സംബന്ധിച്ച പരാതിയും നേരത്തെ ലഭിച്ചിരുന്നു. പാലാരിവട്ടം പാലം ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ലഭിച്ച പണം അത് ചന്ദ്രികയുടെ അക്കൗണ്ടിലേക്ക് വന്നുവെന്നായിരുന്നു അന്ന് ഉയർന്നിരുന്ന പരാതി. ഇത് സംബന്ധിച്ച് മാധ്യമങ്ങളിൽ ഉൾപ്പെടെ KT ജലീൽ പ്രതികരണങ്ങൾ നടത്തിയിരുന്നു. ഇത്തരം പ്രതികരണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ വിവരങ്ങൾ നൽകാൻ വേണ്ടി KT ജലീലിനോട് ആവശ്യപ്പെട്ടിരുന്നത്. കഴിഞ്ഞ ദിവസം KT ജലീൽ എത്തി ഇത് സംബന്ധിച്ച മൊഴി നൽകിയിരുന്നു. അതിൽ പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞിരുന്നത് ചന്ദ്രിക ദിനപത്രത്തിലേക്ക് എത്തിയ 10 കോടി രൂപ അത് VK ഇബ്രാഹിമിനെ മറയാക്കി PK കുഞ്ഞാലിക്കുട്ടി നിക്ഷേപിച്ച പണമാണെന്നുള്ള കാര്യമാണ് പറഞ്ഞിരുന്നത്. ഈ തുകയിൽ നിന്ന് 4.5 കോടി രൂപ ഉപയോഗിച്ച് ഹൈദരലി തങ്ങളുടെയും അതോടൊപ്പം തന്നെ PK കുഞ്ഞാലിക്കുട്ടിയുടെ മകന്റെ പേരിലും വസ്തുവകൾ വാങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ PK കുഞ്ഞാലിക്കുട്ടിയുടെ മകന് വിദേശത്തും നാട്ടിലും കള്ളപ്പണമുണ്ട്. ഇത് സംബന്ധിച്ച രേഖകൾ തന്റെ കൈവശമുണ്ടെന്നാണ് പറഞ്ഞിരുന്നത്. ഈ മൊഴി നൽകിയതിനു ശേഷമായിരുന്നു അന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സംബന്ധിച്ച തെളിവുകൾ നൽകാൻ പറഞ്ഞത്. അതുൾപ്പെടെയുള്ള ഇതിന്റെ പണമിടപാട് സംബന്ധിച്ച രേഖകൾ സ്ഥലത്തിനുൾപ്പെടെ രേഖകൾ ഉണ്ട് എന്നാണ് KT ജലീലുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഇത് സംബന്ധിച്ച രേഖകളുമായാണ് അദ്ദേഹം പോയിരിക്കുന്നത്. ഏതായാലും KT ജലീൽ EDക്ക് മുന്നിൽ ആ വിവരങ്ങൾ നൽകുകയാണ്. അതെല്ലാം കഴിഞ്ഞ് തിരിച്ച് ഇറങ്ങി വരുമ്പോൾ സ്വാഭാവികമായും ജലീലിന്റെ പ്രതികരണം ഉണ്ടാകും. അപ്പോൾ സിജോയിലേക്ക് വീണ്ടും വരാം. ഇപ്പോൾ പ്രേക്ഷകരിലേക്ക്. EDക്ക് മുൻപേ മുഖ്യമന്ത്രി ജലീലിനെ വിളിപ്പിച്ചത് എന്തിനെന്നുള്ളതാണ്. പ്രേക്ഷകർക്ക് വിളിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാം. വിളിക്കേണ്ട നമ്പർ 0471 354 2100. വാട്സപ്പ് വഴിയും നിങ്ങൾക്ക് പ്രതികരണങ്ങൾ അറിയിക്കാം. ഇപ്പോൾ നമ്മളോടൊപ്പം ഇടുക്കിയിൽ നിന്നും ജോസൂട്ടി ഉണ്ട്. ജോസൂട്ടി കേൾക്കാമോ? ജോസൂട്ടി, ജോസൂട്ടിയുടെ ഒരു കാഴ്ചപ്പാടിൽ ഈ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം ജലീലിനെ കാര്യമായി തള്ളിപ്പറയുകയൊക്കെ ചെയ്തല്ലോ. എന്നിട്ട് ഇന്നിപ്പോൾ രാവിലെ വീണ്ടും KT ജലീലിനെ വിളിപ്പിച്ചു. എന്തിനായിരിക്കും അത് ജോസൂട്ടി? സാറേ ഒന്നുമില്ല, വെറും ചുമ്മാ പോയിരിക്കുന്ന, ഒന്നും കൊടുക്കുകയല്ല. ജലീലിന്റെ കയ്യിലുണ്ടെങ്കിലും കൊടുക്കാൻ പറ്റിയല്ല, ജലീലിനെ കൊണ്ട് കൊടുപ്പിക്കുകയല്ല. സാറേ നമ്മൾ ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത്? കള്ളന്മാരും കൊള്ളക്കാരും കൂടെ ഒന്നിച്ച് ഭരിക്കുന്ന നാട്ടിൽ എന്നാ തെളിയുന്നോർത്ത ഒന്നും തെളിയാനില്ല. ഇതൊക്കെ ജനങ്ങളെ ചുമ്മാ വിഡ്ഢികളാക്കുക. ജലീലിനെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല, ജലീലിനെ കൊണ്ട് ചെയ്യാൻ സാധിപ്പിക്കുകയല്ല സാറേ. ഇത് വെറുതെ ഇപ്പൊ ഇന്നലെ ജലീൽ അങ്ങനെ മിനിഞ്ഞാന്നൊക്കെ പറഞ്ഞ കാരണം ഇന്ന് പോയി പേരിന് പോയിട്ട് പോരുന്നുണ്ട്. ഇനി ED അല്ല സാക്ഷാ ദൈവം തമ്പുരാൻ ചോദിച്ചപ്പോൾ ജലീൽ ഒന്നും കൊടുക്കില്ല. കാരണം ജലീലിന് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ജലീലിനെ കൊണ്ട് കൊടുപ്പിക്കുകയല്ല. വളരെയധികം നന്ദി ജോസൂട്ടി. ജോസൂട്ടിയുടെ കാഴ്ചപ്പാട് അതാണ്. ശ്രീ മുരളീദാസ് ഒറ്റപ്പാലത്തുനിന്നും നമ്മളോടൊപ്പം ഉണ്ട്. ശ്രീ മുരളീദാസ്, വീണ്ടും ഹാജരായിരിക്കുകയാണ് EDക്ക് മുന്നിൽ. അപ്പോൾ ജോസൂട്ടിയൊക്കെ പറയുന്നത് പോലെ ഒന്നും കൊടുക്കില്ല, ഇതൊക്കെ വെറുതെയാണ്, കൊടുക്കാൻ പിണറായി വിജയൻ സമ്മതിക്കില്ല. അതാണ്, അതിനുവേണ്ടിയാണ് രാവിലെ വിളിച്ചു വരുത്തിയത്. അതിനുവേണ്ടിയാണ് ജലീലിനോട് വന്ന് കാണണം, അവിടെ പോകുന്നതിന് മുൻപ് എന്നെ കണ്ട് തേങ്ങ ഉടച്ചിട്ട് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞത്. അതാണോ സംഭവിച്ചത്? എന്ത് തോന്നുന്നു? അതിപ്പോ KT ജലീൽ എന്ന മന്ത്രിക്ക് ഇന്നലെ ജയശങ്കർ വക്കീൽ പറഞ്ഞതുപോലെ, മുൻ മന്ത്രിക്ക് ഇന്നലെ ജയശങ്കർ വക്കീൽ അല്ലെ ജോസഫ് സി മാത്യു ഒക്കെ പറഞ്ഞതുപോലെ ഈ പാർട്ടിയെ പറ്റി ഒരു ചുക്കും അറിയില്ല എന്ന് ഒന്നുകൂടി തെളിയിക്കുകയാണ്. VS അച്യുതാനന്ദൻ എന്നൊരു ഒറ്റയാൾ പോരാളി, അദ്ദേഹത്തിന്റെ പോരാട്ടങ്ങൾ ഈ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ അല്ലെങ്കിൽ ലീഗിനെതിരെ കാലാകാലങ്ങൾ തിരിച്ചു വെച്ചു എങ്കിൽ കൂടി പിണറായി വിജയൻ പാർട്ടിയുടെ സെക്രട്ടറി ആയിരിക്കുന്ന കാലം മുഴുവൻ വലിയ സംരക്ഷണം കിട്ടിയ ചരിത്രം നമുക്ക് രാഷ്ട്രീയം പരിശോധിച്ചാൽ മനസ്സിലാക്കാനാവും. അതിന്റെ ബാക്കി പത്രം എന്ന നിലയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 1021 കോടി രൂപയുടെ അഴിമതി എന്ന കഥ നമ്മൾ തൽക്കാലം വിശ്വസിച്ചാൽ തന്നെ അത് എവിടെ എത്താൻ പോണില്ല. കാരണം ജലീലിനപ്പുറം മുസ്ലിം സമുദായത്തെ ഒപ്പം നിർത്തേണ്ടത് ഇടതുപക്ഷത്തെ ഒരു വിഭാഗത്തിന്റെ വലിയ താല്പര്യം തന്നെയാണ്. അടുത്ത തെരഞ്ഞെടുപ്പിൽ മിക്കവാറും മുസ്ലിം ലീഗ് ഇടതുപക്ഷത്തിന്റെ മുന്നണിയുടെ ഭാഗമായിട്ടുണ്ടാവും എന്നാണ്. വളരെയധികം നന്ദി. ജലീൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്, താങ്കളുടെ ആഗ്രഹങ്ങൾ കുതിരകളായിരുന്നുവെങ്കിൽ ഭിക്ഷാന്തേഹികൾ പോലും സവാരി നടത്തിയേനെ എന്നാണ്. അതാണ് താങ്കളും പറയുന്നത്. അടുത്ത തെരഞ്ഞെടുപ്പിൽ ലീഗ് CPM-നൊപ്പം ചേർന്നാലും അത്ഭുതപ്പെടാനില്ല എന്ന്. അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ കുതിരകളായൊക്കെ വരുന്നുണ്ടോ? നമുക്ക് കാത്തിരുന്ന് കാണാം. ശ്രീ ഉമ്മർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഉമ്മർ, ജലീൽ കഴിഞ്ഞ ദിവസമേ പറഞ്ഞിരുന്നു, മാത്രമല്ല ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയെ കണ്ടതിന് ശേഷവും ജലീൽ പറയുകയാണ്, ഇതാ പൂരം വരുന്നു, വെടിക്കെട്ട് വരാനിരിക്കുന്നു, നിങ്ങളൊക്കെ കാത്തിരുന്നു എന്നാണ് ലീഗുകാരോട് പറയുന്നത്. ഉമ്മറിന്റെ പ്രതികരണം. ജലീൽ എന്ന മന്ത്രി, അദ്ദേഹത്തിൻ്റെതായ ഒരു പഴയ ചരിത്രം നമ്മൾ എടുത്ത് പരിശോധിക്കണം. അദ്ദേഹം സിമിയുടെ ആളായിരുന്നു. അങ്ങനെ അദ്ദേഹം ഇപ്പോഴും CPM-ൽ എത്തിപ്പെട്ടു എന്നുള്ള ധാരണ ജലീലുണ്ടെങ്കിൽ തന്നെ തെറ്റാണ്. CPM-നെ കുറിച്ച് ഇയാൾക്ക് ഒന്നും അറിയില്ല എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അല്ല, പാർട്ടി ചിഹ്നത്തിലല്ലേ മത്സരിച്ച് ജയിക്കുകയൊക്കെ ചെയ്തത്? അത് പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കാൻ ഇപ്പൊ പഴയ ഭാഗത്തോ കമ്മ്യൂണിസ്റ്റ് അല്ല. ഇവിടെ എന്റെ കൂടെ പഠിച്ച ഒരുത്തനോ, പിന്നെ ഇവിടെ എന്റെ കൂടെ പഠിച്ച ഒരുത്തൻ KSUവിന്റെ ജില്ലന്റെ ഭാരവാഹി ആയ ഒരുത്തനെ ഇവിടെ CPM ഇപ്പൊ കൈപ്പറ്റിയ അവസ്ഥ ആലുവ ചിത്ര നേട്ടത്തിൽ അല്ലാത്തത് മത്സരിപ്പിച്ചു.
ഇവർ ആ പഴയ കാലഘട്ടത്തെ പ്രതാപമൊക്കെ പോയി. അങ്ങനെയൊക്കെ വെറുതെ പറഞ്ഞങ്ങാണ്ട് വലിയ കോട്ടാമ്പി എന്നല്ല, ആ കോട്ടാമ്പിന്റെ കണ്ടീഷനിലൊക്കെ CPM പോയി. CPM ഇന്നിന്റെ നിലപാടിലേക്കാണ് പോകുന്നത്. അതല്ല പഴയകാല ചരിത്രം, അവരെ ആ പഴയ പാരമ്പര്യം ഒന്നും അവർക്ക് അവകാശപ്പെടാനില്ല. ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇന്നിന്റെ നിലപാടിലേക്കാണ്. വളരെയധികം നന്ദി ഉമ്മർ. ശ്രീ ബിജു നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ബിജു, ലീഗിന്റെ പ്രതികരണമാണ് ആകാശവാണി തിരുവനന്തപുരം നിലയത്തിൽ നിന്നുമുള്ള ഇടപെടലിനാൽ വളാഞ്ചേരിയിൽ നിന്നുമുള്ള വെടിക്കെട്ട് താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുന്നു. അങ്ങനെ സംഭവിക്കുമോ? എന്ത് തോന്നുന്നു ബിജു? അതല്ല, ആദ്യമായിട്ട് ജോസൂട്ടി എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ വിളിച്ചു പറഞ്ഞിട്ട് കള്ളന്മാരും കൊള്ളക്കാരും അഭിനയിക്കുന്നത്. കള്ളന്മാരും കൊള്ളക്കാരും ആണെങ്കിൽ എന്താ നല്ല വമ്പിച്ച ഭൂരിപക്ഷത്തോടെ ജനങ്ങൾ ചെയ്യുന്ന ഇന്ത്യയൊക്കെ വോട്ട് കൊണ്ട് മാത്രമല്ലല്ലോ നിങ്ങൾ ഇന്ത്യയൊക്കെ വോട്ട് കൊണ്ടാണ് ജയിച്ചത്. പിന്നെ കള്ളന്മാരും കൊള്ളക്കാരുമാണ് ഇതിനൊക്കെ വിളിച്ചു പറയുന്നത്. കള്ളന്മാരും കൊള്ളക്കാരും ആണെങ്കിൽ നിങ്ങൾക്കൊക്കെ വെടിവെച്ച് കൊല്ലാൻ പറ്റില്ല. കേന്ദ്രത്തിൽ കൊണ്ട് കംപ്ലൈന്റ് ചെയ്ത് വെടിവെച്ച് കൊല്ലാൻ പറ്റില്ല കൊള്ളക്കാരാണെങ്കിൽ. അവന്റെയൊക്കെ വീഴ്ച എന്നാ കൊള്ള ചെയ്ത് വീട്ടിൽ വന്നിട്ട് കള്ളന്മാരും കൊള്ളക്കാരും ഭരിക്കുന്നത്. ബിജുവിന്റെ കാഴ്ചപ്പാടിൽ മുഖ്യമന്ത്രി ജലീലിനെ വിളിച്ചു വരുത്തിയത് എന്തിനാണ്? മുഖ്യമന്ത്രി ജലീലിനെ പല കാര്യങ്ങൾ വിളിപ്പിച്ചിട്ടുണ്ട്. അതിപ്പോ PK കുഞ്ഞാലിക്കുട്ടിക്കെതിരായിട്ടുള്ള തെളിവുകൾ കൊടുക്കരുതെന്ന് പറയാൻ വേണ്ടി വിളിച്ചെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാവോ? അല്ല, അതാണ് നമ്മൾ ചോദിക്കുന്നത്. അത് തന്നെയാണോ വിഷയം? അതോ ഇനി പോകുന്ന വഴിക്ക് വല്ല ചായയും വടയൊക്കെ കഴിച്ചിട്ട് പോയാൽ തെളിവുകൾ കൊടുക്കണമെന്ന് പറയാനാണോ നിങ്ങൾ പറയുന്നത്? നിങ്ങൾ അടുത്തുണ്ടായിരുന്നോ? പിണറായി വിജയൻ വിളിപ്പിച്ച ബിജു, ഏതായാലും പിണറായി വിജയനും KT ജലീലും നല്ല സൗഹൃദത്തിലായിരുന്നു. നമുക്കറിയാമല്ലോ, ഓണത്തിന് പായസം കൊടുത്തുവിട്ട കാര്യമൊക്കെ. വളരെയധികം നന്ദി ബിജു വിളിച്ച് ബിജുവിൻ്റെ അഭിപ്രായം അതാണ്. രാഷ്ട്രീയമാണ്, ഓരോ ആളുകൾക്കും അങ്ങനെ അഭിപ്രായങ്ങൾ ഉണ്ടാകും, അത് പറയുക തന്നെ വേണം. ശ്രീ ഷാഹിദ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഷാഹിദ്, കേൾക്കാമോ? കേൾക്കാം. പറഞ്ഞോളൂ. ഞാൻ മലപ്പുറത്ത് നിന്നാണ്. മുസ്ലിം ലീഗ് മലപ്പുറത്ത് എവിടെയാണ് ഷാഹിദ്? മലപ്പുറത്ത് എടപ്പറ്റയിൽ നിന്ന്. പറഞ്ഞോളൂ. ഏതായാലും ഇപ്പുറത്തെ സൈഡിലാണല്ലോ വേങ്ങരയും വളാഞ്ചേരിയൊക്കെ വരുന്നത്. അതെ, ഞാൻ കോട്ടക്കലാണ് വർക്ക് ചെയ്യുന്നത്. പറഞ്ഞോളൂ. ഇവിടെ മുസ്ലിം ലീഗിന്റെ വളർച്ചയും തളർച്ചയും നമ്മൾ ഒരുപാട് നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. ഇപ്പോഴും കുത്തനെ താഴോട്ടുള്ള, പതിയാണെങ്കിലും താഴോട്ടുള്ള വളർച്ചയിൽ തന്നെയാണ് മുസ്ലിം ലീഗ് എന്നുള്ളത് നമ്മൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. കുഞ്ഞാലിക്കുട്ടിയുടെ അതുപോലെ തന്നെ ഇത്രയും കാലം കുഞ്ഞാലിക്കുട്ടി സുരക്ഷിതമായിട്ട് മുന്നോട്ട് പോയ പോലെ ഇനി ഉണ്ടാകത്തില്ല എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഷാഹിദിന്റെ കാഴ്ചപ്പാടിൽ ഇത്രയും കാലം കുഞ്ഞാലിക്കുട്ടി സുരക്ഷിതനായി മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ അതിൽ CPM-നും പങ്കുണ്ട് എന്നുള്ളതാണ് ഒരു വിമർശനം. പിണറായി വിഭാഗം എന്നും കുഞ്ഞാലിക്കുട്ടിയെ സംരക്ഷിച്ചു, ഐസ്ക്രീം പാർലർ കേസ് മുതൽ ഇങ്ങോട്ട്. അതുകൊണ്ടാണ് അത് ഇപ്പോഴും തുടരുന്നു എന്നൊക്കെയാണ് വിമർശനങ്ങൾ ഓരോ ആളുകൾ പറയുന്നത്. താങ്കൾക്ക് എന്ത് തോന്നുന്നു? വിമർശനങ്ങൾ പലർക്കും പലതും പറയാം. അതെ, ഒരു കാലത്തും മുസ്ലിം ലീഗുമായിട്ട് CPM-നോ അല്ലെങ്കിൽ CPM-ന്റെ നേതാക്കൾക്കോ ബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കുഞ്ഞാലിക്കുട്ടിയുമായിട്ടോ മുസ്ലിം ലീഗുമായിട്ടോ പാണക്കാട് കുടുംബമായിട്ടോ ഒരു വിധത്തിലും രാഷ്ട്രീയപരമായിട്ട് വ്യക്തിപരമായിട്ട് ബന്ധങ്ങൾ പലർക്കും ഉണ്ടാവും. ഏത് CPM-ന്റെ ആളുകൾക്കായാലും മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർക്കായാലും മലപ്പുറത്ത് പരസ്പരം സൗഹൃദത്തോടുകൂടി ജീവിക്കുന്ന ജില്ലയാണ് മലപ്പുറം ജില്ല. അപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സൗഹൃദങ്ങൾ ഉണ്ടാവും. പരസ്പരം നോമ്പിനോ ഇഫ്താറിനോ വരുന്നവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷണിച്ചേക്കാം. പക്ഷെ രാഷ്ട്രീയപരമായിട്ട് എങ്ങനെ മുസ്ലിം ലീഗിനെ CPM മലപ്പുറത്ത് നേരിടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ വോട്ടിന്റെ ശതമാനങ്ങൾ നിങ്ങൾ തുടക്കം മുതൽ ഇങ്ങോട്ടൊന്ന് കണക്കൂട്ടി. വളരെയധികം നന്ദി. ശ്രീ പ്രേംജിത്ത് കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. പ്രേംജിത്തിന്റെ കാഴ്ചപ്പാടിൽ ഈ കുഞ്ഞാലിക്കുട്ടി പറയുന്ന വെടിക്കെട്ട് അത് ശരിക്കും നടക്കുമോ? അതല്ല ഇന്നത്തതോടുകൂടി ഇതെല്ലാം തീർന്ന ഒരു നനഞ്ഞ പടക്കമായി മാറുമോ? പ്രേംജിത്ത്, നനഞ്ഞ പടക്കമായി മാറാൻ തന്നെ സാധ്യത. കാരണം VS അച്യുതാനന്ദൻ പറഞ്ഞതുപോലെ അരിയാഹാരം കഴിക്കുന്നവർക്കെല്ലാം അറിയാം എന്നൊരു വാക്ക് VS അച്യുതാനന്ദൻ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അതായത് പ്രേംജിത്തിന്റെ കാഴ്ചപ്പാടിൽ എന്തിനാണ് വിളിപ്പിച്ചത്? ഇവിടെ വെച്ച് ഇതൊക്കെ അവസാനിപ്പിച്ചേക്കണമെന്ന് ഹെഡ് മാസ്റ്റർ പറയുകയാണ്. ഇതൊരു പ്രവർത്തനം, വേറൊന്നുമില്ല. ഒരു താക്കീത് എന്നൊക്കെ പറയാന്നല്ലാതെ അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അല്ല, ഈ പാർട്ടി ഇല്ല, അതായത് CPM-ഉം കൂടെ ഇല്ല, മുഖ്യമന്ത്രിയും കൂടെ ഇല്ല. ഒറ്റയാൾ പോരാട്ടം എത്രത്തോളം കൊണ്ടുപോകാൻ പറ്റും? അല്ലെ, ഇല്ല, ഒന്നും കൊണ്ടുപോകാൻ കഴിയില്ല. അത് ഇത് അടഞ്ഞ അധ്യായമാണത്. അത് അടഞ്ഞ അധ്യായമായി മാറും. റൈറ്റ്, വളരെയധികം നന്ദി. ശ്രീ രാജകുമാർ തമിഴ്നാട്ടിൽ നിന്നുമാണ് വിളിക്കുന്നത്. രാജകുമാറിന്റെ കാഴ്ചപ്പാട് എന്താണ്? രാജകുമാർ, എന്റെ കാഴ്ചപ്പാട്, കാരണം പിണറായി സർക്കാർ രണ്ടാം ഊഴം വന്നത് ജനങ്ങളെ പറ്റിച്ചും തെറ്റിദ്ധരിപ്പിച്ചതും കൊണ്ടാണ് രണ്ടാം ഊഴം കിട്ടിയിരിക്കുന്നത്.
അല്ല രാജ്കുമാർ, അങ്ങനെ പറയാൻ പറ്റുമോ? കാരണം കേരളത്തിൽ എത്രയോ ലക്ഷക്കണക്കിന് ആളുകൾ ഓരോ മണ്ഡലത്തിലും വോട്ട് ചെയ്തിട്ടുണ്ട്. 140 മണ്ഡലങ്ങൾ. അതൊക്കെ തെറ്റിദ്ധാരണയുടെ മേലയില് വോട്ട് ചെയ്തു. മനസ്സിലായ? അടുത്ത തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് ഇല്ലാതെ ഇവർക്ക് കയറാൻ പറ്റില്ല എന്നത് ഉറപ്പിച്ചു അവര്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ KT ജലീലിന് വാണിംഗ് കൊടുത്തിരിക്കുന്നത്. യെസ്, വളരെയധികം നന്ദി. KT ജലീലിന് ഏതായാലും വാണിംഗ് കൊടുത്തു എന്നുള്ളതാണ് താങ്കളുടെ കാഴ്ചപ്പാട്. ശ്രീ ജോസഫ് ഉണ്ട് ഇടുക്കിയിൽ നിന്നും. പറഞ്ഞോളൂ ജോസഫ്. സാറേ, ഈ പറയുന്നവരെല്ലാം വളരെ തെറ്റായിട്ടുള്ള കാര്യമാണ് പറഞ്ഞേ. പിണറായി വിജയൻ പറഞ്ഞത് ഇഡിക്ക് കേസ് കൊടുത്ത് ഇഡിയെ ക്ഷണിക്കരുതെന്ന് മാത്രമാണ് പറഞ്ഞത്. അതിന് പിന്നെ ജലീല് ഇഡിയെ ക്ഷണിക്കുകയോ ഇഡിക്ക് കംപ്ലൈന്റ് കൊടുക്കുകയോ ചെയ്തിട്ടില്ല. ഇഡി വിളിപ്പിച്ചത് അദ്ദേഹത്തിന്റെ കയ്യിലുള്ള തെളിവ്, ഈ ബാങ്കിനെതിരെയുള്ള തെളിവ് കൊടുക്കാൻ വേണ്ടിയാണ്. പിണറായി വിജയൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല ഇതിന് തെളിവ് കൊടുക്കണ്ടെന്ന്. പറഞ്ഞിട്ടുണ്ടോ? പിണറായി വിജയൻ ഏതായാലും തെളിവ് കൊടുക്കണ്ട എന്ന് പറഞ്ഞിട്ടില്ല. ഉള്ളതെല്ലാം കൊടുത്തോളൂ എന്നായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. 100%. കാരണം ചോദിച്ചാൽ ഇതിനു മുമ്പ് ആൾക്കാർ പറഞ്ഞെന്താ, കുഞ്ഞാലിക്കുട്ടി പിന്നെ ഡൽഹിയിൽ നിന്ന് MP സ്ഥാനം രാജിവെച്ച് വന്ന ഇവിടെ പിന്നെ UDF അധികാരത്തിൽ കയറ്റാൻ അല്ല, അവിടുന്ന് തന്നെ പുള്ളി അറിഞ്ഞു ഇവിടെ ചെക്ക് ചെയ്യാൻ പോകുന്നുള്ളത്. വളരെയധികം നന്ദി ജോസഫ്. ഏതായാലും എല്ലാ കാര്യങ്ങളും ഇഡിക്ക് മുന്നിൽ തുറന്നു പറഞ്ഞോളൂ എന്ന് പറഞ്ഞാണ് പിണറായി വിജയൻ KT ജലീലിനെ വിട്ടത് എന്നാണ് അദ്ദേഹത്തിന്റെ വാദം. അങ്ങനെ തന്നെ ആകുമോ എന്ന് നമുക്ക് അറിയില്ല. പക്ഷേ കഴിഞ്ഞ ദിവസമാണ് പിണറായി വിജയൻ പറഞ്ഞത്, പല തവണ ED ചോദ്യം ചെയ്ത ആളല്ലേ KT ജലീൽ. KT ജലീലിന് ഇപ്പോൾ EDയിൽ വിശ്വാസം കൂടിയിട്ടുണ്ടാകുമെന്നുള്ള പരിഹാസം അതുകൂടെ നമ്മൾ ഓർക്കണം. മറ്റ് പ്രേക്ഷകരിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം. പൊതുവേദി തുടരുകയാണ്. ഇഡിക്ക് മുന്നിൽ ഹാജരാകും മുൻപ് KT ജലീലിനെ മുഖ്യമന്ത്രി വിളിച്ചു വരുത്തിയത് എന്തിന് എന്നുള്ളതാണ് പൊതുവേദി പരിശോധിക്കുന്നത്. നമ്മുടെ സോഷ്യൽ മീഡിയ ലൈവിൽ FB ലൈവിൽ താഴെ ഓരോ പ്രേക്ഷകർ കമൻറ്റ് ചെയ്യുന്നത് PM സുലൈമാൻ്റെ ഒരു അഭിപ്രായമാണ്. അല്ല, ഈ മുസ്ലിം ലീഗുകാർക്ക് ജലീലിനെ ഇത്രയും ഭയക്കുന്നത് എന്തുകൊണ്ടാണെന്ന്. ജലീലിനെ എന്തിനാണ് ലീഗുകാർക്ക് ഇത്രയധികം പേടി എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഏതായാലും ജലീൽ കുറേ കാലം ലീഗിൻ്റെ ഭാഗമായിരുന്നല്ലോ 2006 വരെ. അതുകൊണ്ട് കൂടിയായിരിക്കും നമ്മുടെ നാട്ടിൽ പറയില്ലേ, ഈ കൂടെ കിടക്കുന്നവന് രാപ്പനി അറിയുമെന്ന്. കുറേ കാര്യങ്ങളൊക്കെ ജലീലിനെ അറിയുമായിരിക്കും. അതുകൊണ്ടായിരിക്കും. ജയകുമാർ ഉണ്ട് തിരുവനന്തപുരത്ത് നിന്നും. പറഞ്ഞോളൂ ജയകുമാർ. സാറേ, ഈ കള്ളനും കൊള്ളക്കാരും തന്നെയാണ് ഇത് ഭരിക്കുന്നത്. കള്ളനും കൊള്ളക്കാരന്മാരുമാണ് ഇത് ഭരിക്കുന്നത്. പിന്നെ വോട്ട് കിട്ടി എങ്ങനെയെന്ന് പറയണ്ട. കേന്ദ്രത്തിൽ നമ്മൾ എന്തെങ്കിലും സംഭവിക്കുമോ? കേന്ദ്രത്തിൽ എന്തുമാത്രം വോട്ട് കിട്ടിയാണ് അവർ ജയിക്കുന്നത്? ഏതെങ്കിലും നല്ല കാര്യം ചെയ്യുന്നുണ്ടോ? അതുപോലെ ഇവർക്ക് വോട്ട് കിട്ടിയെന്നുള്ളേ ഉള്ളൂ. പിന്നെ AKG സെന്ററിൽ തയ്യാറാക്കിയ ഒരു ഇതാണ് ഇന്ന് ജലീലിനെ വിളിച്ച് കൊണ്ടുകൊടുത്തത്. AKG സെന്ററിൽ തയ്യാറാക്കിയ തെളിവുകളാണ് ഇന്ന് ജലീലിനെ കൊടുത്തുവിടുത്തത്. അതായത് ജയകുമാറിന്റെ കാഴ്ചപ്പാടിൽ ജലീൽ സ്വയം കണ്ടെത്തിയ, ജലീൽ ഒരു ഗവേഷണം കൂടി ആണല്ലോ, ചരിത്ര ഗവേഷണമൊക്കെ നടത്തി ഡോക്ടറേറ്റ് ഒക്കെ എടുത്തിട്ടുള്ള ആളാണ്. അപ്പോൾ അങ്ങനെ ഗവേഷണം നടത്തി കണ്ടെത്തിയിട്ടുള്ള പേപ്പറുകളെല്ലാം വാങ്ങിവെച്ച് AKG സെന്ററിൽ തയ്യാറാക്കിയിട്ടുള്ള സംഭവം തിരിച്ചു കൊടുത്തു. അതാണ് താങ്കളുടെ കാഴ്ചപ്പാട്? സാറേ, ഇത് അന്വേഷിക്കുകയാണെങ്കിൽ എല്ലാ ബാങ്കിലും അന്വേഷിക്കണം. അങ്ങനെയാണെങ്കിൽ കോട്ടയം എളംകുളം മേഖലയിൽ നടന്ന കേസ് അന്വേഷിക്കുകയാണെങ്കിൽ മന്ത്രിസഭയിൽ നിന്ന് ഒരാൾ താഴെ പോകും. അപ്പൊ ഇത് അന്വേഷിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാവുമോ? ഇത് അന്വേഷിക്കണമെന്നാണ് ഞാൻ വാർത്ത നേരത്തെ വന്നിരുന്നു, നമ്മളൊക്കെ കൊടുത്തിരുന്ന ഒരു വാർത്തയാണ്. ഏതായാലും വിളിച്ച താങ്കൾക്ക് അയാളും പോകൂലേ? വളരെയധികം നന്ദി വിളിച്ച താങ്കൾക്ക്. ശ്രീ നന്ദകുമാർ കൂടി നമ്മളോടൊപ്പം ചേരുന്നു. പറഞ്ഞോളൂ നന്ദകുമാറിന്റെ കാഴ്ചപ്പാട്. ഹലോ സാറേ. പറഞ്ഞോളൂ. ഹലോ സാറേ, കേൾക്കാം നന്ദകുമാർ. പറഞ്ഞോളൂ, നന്ദകുമാറിന്റെ അഭിപ്രായം പറഞ്ഞോളൂ. ഇത് മറ്റേ ഇതെല്ലാം ഈ കൊള്ളക്കാരുടെ ഒരു സംഘമാണല്ലോ സാറേ. ഈ പിണറായി വിജയനും KT ജലീലും മറ്റേ എല്ലാവരും കർഷകർക്ക് വേണ്ടി ഇവിടെ ഈ ഭരണകർത്താക്കൾ മാറി വന്നാലും ഒരു കർഷകന്റെയും താല്പര്യം സംരക്ഷിക്കാത്ത സർക്കാരിന്റെ സാറേ ഈ കേരളം ഭരിക്കുന്ന കാലാകാലങ്ങളായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന കർഷകരുടെ കാര്യം ന്യൂസ് 18-എങ്കിലും ഒന്ന് വിളിച്ചിട്ട് കൊണ്ടുവരണം. നാട്ടുകാർക്കും വേണ്ടി ആ ന്യൂസ് 18 വിളിച്ചിട്ട് കൊണ്ടുവരണമെന്നാണ് നമ്മുടെ അഭിപ്രായം. വളരെയധികം നന്ദി നന്ദകുമാർ. ഏതായാലും കർഷകരുടെ പ്രതിഷേധം ദേശവ്യാപകമായി തന്നെ, പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിൽ ഉത്തർപ്രദേശിലൊക്കെ തന്നെ അത് നടക്കുകയാണ്. ഇന്ന് നമ്മൾ രാവിലെയും ആ വാർത്ത നൽകിയിരുന്നു. വളരെ ശക്തമായി തന്നെയാണ് സമരം ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ശ്രീ ഹംസക്കോയ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഹംസക്കോയയുടെ കാഴ്ചപ്പാടിൽ ജലീലിനെ വിളിപ്പിച്ചത് ഈ പറയുന്നത് പോലെ സത്യസന്ധമായ കാര്യങ്ങൾ EDക്ക് മുന്നിൽ ഹാജരായി എല്ലാം വിശദീകരിച്ച് പറയണം എന്നുള്ള ഉപദേശം നൽകാനാണോ, അതല്ല കളിച്ചതൊക്കെ മതി, ഇനി കളിക്കളത്തിന് കയറി വീട്ടിലിരുന്നോ എന്ന് പറയാനായിരിക്കുമോ? എന്തു തോന്നുന്നു ഹംസക്കോയ? ഹലോ, ഈ കോൺഗ്രസും ലീഗും കുറെ കാലം ഭരിച്ചു കേരളം. അതെ. ഹലോ,
കോൺഗ്രസും ലീഗും കുറെ കാലങ്ങളിൽ ഭരിച്ചിരുന്നു. ഇവര് എന്ത് ചെയ്ത് ഇവിടെ ഇരുന്നിട്ട്? 50 വർഷം കോൺഗ്രസ് തുടർച്ചയായിട്ട് ഇന്ത്യ ഭരിച്ചു. ഇവരെന്ത് ചെയ്ത്? ഇവരൊന്നും ചെയ്തില്ല. ഇവര് എന്താ ചെയ്തേക്കണത്? പിന്നെ KT ജലീലിന്റെ കാര്യം മുഖ്യമന്ത്രിയെ കുറ്റം പറയാനൊക്കെ ഇവരാരും ആയിട്ടൊന്നുമില്ല, ഒരാളും ആയിട്ടില്ല. മുഖ്യമന്ത്രി ഇങ്ങനത്തെ ഒരു മുഖ്യമന്ത്രിയെ കിട്ടാൻ നമുക്ക് കാത്തിരിക്കാം. ഹലോ അല്ല ഹംസക്കോയ, അതായത് ഒരു മന്ത്രിയെ വിളിച്ചാണ് പറയുന്നതെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം മന്ത്രിസഭയുടെ നിലപാട് അറിയിക്കാനാണെന്ന്. ഒരു MLA വിളിച്ചിട്ട് പറയുന്നത് എന്തായിരിക്കാം? ഒരു MLA വിളിച്ച് ഉപദേശിച്ചു വിട്ടത് എന്തിനായിരിക്കാം? MLA വിളിച്ച് ഉപദേശിച്ചതല്ലല്ലോ. MLA വിളിച്ചത് ഉപദേശമായിട്ടല്ലേ സാറേ? അത് നമ്മൾ മനസ്സിലാക്കാനുള്ളല്ലോ. MLA വിളിച്ച് ഉപദേശിക്കുന്നില്ല. MLA അവരെ മന്ത്രിയുടെ ആളല്ലേ? റൈറ്റ്. വളരെയധികം നന്ദി. ശ്രീ ഹനീഫ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഹനീഫ, പറഞ്ഞതുപോലെ തന്നെ പറഞ്ഞാൽ മതി, ഇനി അതിനപ്പുറത്തേക്കൊന്നും പോകണ്ട, സത്യസന്ധമായ കാര്യങ്ങൾ പറഞ്ഞ് മുന്നോട്ട് പോയിക്കോളൂ എന്നൊക്കെ ആണെങ്കിൽ, അങ്ങനെ ഒരു നിലപാട് അറിയിക്കാനാണെങ്കിൽ മുഖ്യമന്ത്രി വിളിച്ചു വരുത്തേണ്ട കാര്യമുണ്ടായിരുന്നോ ഹനീഫ? തീർച്ചയായും. അത് KT ജലീൽ എന്ന് പറഞ്ഞാൽ വെറും ഒരു പൊട്ടിക്കല് മാത്രമാണ് സാറേ. നിങ്ങൾ കുറെ കാലമായി ചാനലിൽ ഇതിങ്ങനെ കൊണ്ടു നടക്കണം. KT ജലീൽ മുസ്ലിം ലീഗിന്റെ കൂടെ നിന്നിട്ട് അതിന്റെ എല്ലാ കാര്യവും അറിയുന്ന ആളാണ്. അതിന്റെ എങ്ങനെ തന്ത്രങ്ങളാക്കി കുഞ്ഞാലിക്കുട്ടിനെ പ്രയോഗിക്കണം എന്നുള്ള ഐഡിയ ശ്രമിക്കുകയാണ്. അല്ല, അതിന് വേറെ ഒന്നുമല്ല. ലീഗില് കുഞ്ഞാലിക്കുട്ടിയാണ് നമ്പർ 1. അതിനെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അത് നടക്കുമോ? കുഞ്ഞാപ്പയെ വലിച്ച് താഴെ ഇടാൻ ജലീലിന് കഴിയും? അതിനൊക്കെ ഉള്ള കരുത്തുണ്ടോ ജലീലിന്? കഴിയില്ല. അതിന് ഇനി ഇവർ ഏത് പത്രത്തിലും ഡയറക്റ്റും ലൈവായിട്ട് എന്ത് നാടകം കളിച്ചിട്ട് ഒരു കാര്യമില്ല. കാരണം എന്താ വെച്ചാൽ ശക്തനായ നേതാവാണ്. വളരെയധികം നന്ദി. ശ്രീ ഡിക്സൺ കൂടി ചേരുന്നുണ്ട് എറണാകുളത്ത് നിന്നും. ഡിക്സന്റെ കാഴ്ചപ്പാടിൽ കുഞ്ഞാലിക്കുട്ടിയെ താഴെ ഇടാനുള്ള ജലീലിന്റെ തന്ത്രങ്ങൾ ഫലം കാണുമോ ഡിക്സൺ? സാറേ, അതെ, ഇതിൽ ഒരു കാര്യം പറയാനുള്ളത്, 1021 കോടി രൂപയുടെ അഴിമതിയാണ് പറഞ്ഞിരിക്കുന്നത്. അഴിമതി പണം അതിലുണ്ടെന്നാ പറയുന്നത്. ജലീല് പറയുന്നത് അദ്ദേഹത്തിന്റെ കയ്യിൽ തെളിവുണ്ടെന്നാണ്. ഇത് 1021 കോടി ഒരു ബാങ്കിലെ മാത്രം പ്രശ്നമല്ല, മൊത്തം കേരളത്തിലെ സഹകരണ ബാങ്കുകളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന വലിയൊരു അഴിമതി ശൃംഖലയുടെ പണത്തിന്റെ ഒരു പ്രശ്നം കൂടിയാണ് ഇവിടെ. ഇതൊരു വെറും കുഞ്ഞാലിക്കുട്ടിയിൽ മാത്രം ഒതുക്കേണ്ട ഒരു പ്രശ്നമൊന്നുമല്ല. അല്ല, ആ പേടി കൊണ്ടാണോ കഴിഞ്ഞ ദിവസം പറഞ്ഞ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടക്കുന്നുണ്ട്, ED ഒന്നും ഇങ്ങോട്ട് വരണ്ടാന്ന്? സാറേ, കേരളത്തിലെ അന്വേഷണം കൊണ്ട് എവിടെ എത്തിയിട്ടുണ്ട്? കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരേ ഒരു രാഷ്ട്രീയ നേതാവും ഇവര് ഭരണ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണങ്ങൾ ഉന്നയിക്കും, വൻ അഴിമതികളുടെ ആരോപണങ്ങൾ ഉന്നയിക്കും. പക്ഷേ കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ആകെ ഒരു അഴിമതിക്കാരൻ മാത്രമേ കുറ്റം തെളിയിക്കപ്പെട്ട് ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ പോയിട്ടുള്ളൂ. 28 വർഷം അതിന്റെ പുറകെ നടന്ന വന്യവയോഗ്യതനായ VS അച്യുതാനന്ദൻ എന്ന് പറഞ്ഞ കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റ് നടന്നതുകൊണ്ട് താങ്കൾ പറഞ്ഞു വരുന്നത്. വളരെയധികം നന്ദി. ശ്രീ അനിൽ നമ്മളോടൊപ്പം ഉണ്ട്. അനിൽ പറഞ്ഞോളൂ. അനിൽ. സാറേ, ഇത് ശക്തരായ കുഞ്ഞാലിക്കുട്ടി ഇങ്ങനെ താഴെ ഇറക്കി ജലീൽ അടങ്ങുള്ളൂ എന്ന് വെച്ചാൽ മുസ്ലിം ലീഗിൽ നിന്ന് തന്നെ, പാണക്കാട് നിന്ന് തന്നെ മുസ്ലിം ലീഗിന്റെ പല രഹസ്യങ്ങളും പറഞ്ഞു കൊടുക്കാൻ ഇപ്പോൾ മുസ്ലിം ലീഗിൽ ആളുണ്ട് ജലീലിനെ സഹായിക്കാൻ. റൈറ്റ്. വളരെയധികം നന്ദി. ഏതായാലും സമയം തീരുകയാണ്. പ്രേക്ഷകർ നമ്മുടെ ലൈവിന് താഴെ ഓരോ കമൻറ്റുകളൊക്കെ തന്നെ അയക്കുന്നുമുണ്ട്. ഏതായാലും ജലീൽ ഇപ്പോൾ EDക്ക് മുന്നിൽ ഹാജരായിരിക്കുന്നു. ചന്ദ്രികയിലെ പണം വെളുപ്പിക്കൽ, കള്ളപ്പണം, അതാണ് ഇപ്പോൾ ജലീൽ ഹാജരായിട്ടുള്ള വിഷയം എന്ന് പറയുന്നത്. ഈ AR നഗർ സഹകരണ ബാങ്കുമായിട്ടുള്ള ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ ജലീൽ നൽകുമോ, അതോ പറഞ്ഞതുപോലെ ലീഗ് പറയുന്നത് പോലെ തന്നെ വളാഞ്ചേരിയിലെ വെടിക്കെട്ട് ഇവിടെ അവസാനിക്കാൻ പോകുകയാണോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. വിളിച്ച പ്രേക്ഷകർക്ക് നന്ദി. ഇടവേളയ്ക്ക് ശേഷം അടുത്ത വാർത്തയുമായി അപർണ. നമസ്കാരം.